നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് വയനാട്ടിൽ. ഇന്ന് വയനാട്ടിലെ മാനന്തവാടിയിൽ ഇറങ്ങിയ ആന പ്രദേശത്തെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കുകയും ചെയ്തിരുന്നു. വയനാട്ടിലെ വനങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയിൽ കർഷകരുടെ കൃഷി നശിപ്പിക്കൽ പതിവായിരിക്കുന്നു. സ്കൂളുകളുടെ നടത്തിപ്പും ആശങ്കയിലാണ്. ആനയും കടുവയും പുലിയും പതിവായിരുന്ന വയനാട്ടിൽ ഇപ്പോൾ കരടിയുടെ ശല്യവും വർദ്ധിച്ചിരിക്കുന്നു. ഈ വിഷയമാണ് ടുഡേസ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കുന്നതാണോ പരിഹാരം? കേന്ദ്ര നിയമങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവോ? ചർച്ചയിൽ മാനന്തവാടി MLA ശ്രീ OR കേളു, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ബാലകൃഷ്ണൻ, മുൻ കൽപ്പറ്റ MLA ശ്രീ CK ശശീന്ദ്രൻ, പൊതുപ്രവർത്തകൻ ഇമ്മാനുവൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ OR കേളു, താങ്കൾ യാത്രയിലാണെന്നറിയാം. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് താങ്കൾ വയനാട്ടിലേക്ക് മാനന്തവാടിയിലേക്ക് പോവുകയാണ്. താങ്കൾ നാട്ടിലെത്തുമ്പോൾ അത്രയധികം നല്ല വാർത്തയല്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. വയനാട്ടിൽ മാനന്തവാടി ഇന്നലെ രാത്രിയാണ് ആന എത്തിച്ചേർന്നത്. അതും മാനന്തവാടി പട്ടണത്തില് നഗരത്തിലാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഷയമുണ്ട്. കാരണം ഈ ജനവാസ കേന്ദ്രമാണ്, ടൗൺ ആണ്. അതിന്റെ വലിയ ഒരു സങ്കീർണത ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തില് ഇന്ന് രാവിലെ തന്നെ കേരള വനംവകുപ്പ് മന്ത്രിയും MLA എന്നതൊക്കെ ഞാനും നേരിട്ട് ഇടപെടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തില് ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുക്കുകയും 144 പ്രഖ്യാപിച്ച് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം ആനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ആദ്യം സ്വീകരിച്ചത്. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ആനയെ നമുക്ക് വനത്തിലേക്ക് ഉടൻ സാധിച്ചിട്ടില്ല. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ. കാരണം താങ്കൾ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധക്ഷണിക്കലൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മയക്കവെടി വെച്ച് നമ്മളിങ്ങനെ എപ്പോഴും കാട് കയറ്റുക അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോവുക, ഇതൊന്നും അല്ലല്ലോ ഒരു പരിഹാര മാർഗം. നമുക്ക് വയനാട്ടിന്റെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ മാനന്തവാടി മാത്രമല്ല, വയനാട്ടിലെ എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ ഒരു വന്യമൃഗശല്യത്തിന്റെ കടുത്ത ഭീഷണിയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പരിഹാര മാർഗം വേണ്ടേ? ശരിയാണ്. ഇപ്പൊ വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിലെ മിക്ക ജില്ലകളിലും വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 30-ാം തീയതി MLA എന്ന നിലയ്ക്ക് നിയമസഭയിൽ സബ്മിഷൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള യാദൃശ്ചികമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ വന്യമൃഗത്തെ വെടിവെച്ച് കാട്ടിലേക്ക് വിട്ടതുകൊണ്ട് മാത്രം ഒരു പരിഹാരമായില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാലാനുസൃതമായി ഈ വനസംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ആനയാനും കാട്ടിയായാലും കുരങ്ങായാലും മാനായാലും ഇപ്പോ വനത്തിൽ ഉൾക്കൊള്ളുന്നതിന്റെ അപ്പുറം ഈ വന്യമൃഗങ്ങൾ പെരുകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ പശ്ചാത്തലത്തില് ഇതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഇതിന് വരുത്തണം. ഇതിന്റെ നമ്പർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. അതുപോലെ തന്നെ 72 വൈൽഡ് ലൈഫ് ആക്ടില് ചില ഭേദഗതികൾ കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കേരള ഗവൺമെന്റിന് മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമല്ല. പൂർണ്ണമായിട്ടും വനവും വന്യമൃഗവും കേന്ദ്ര ഗവൺമെന്റിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും കേന്ദ്ര വനംവകുപ്പിന്റെയും ഒക്കെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാലാനുസൃതമായി ഈ കാര്യങ്ങൾ വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ വ്യക്തമാണ്. ശ്രീ OR കേളു, താങ്കൾ യാത്രയിലാണെന്നറിയാം. നമുക്ക് ശ്രീ PV ബാലകൃഷ്ണനിലേക്ക് വരാം. തിരുനെല്ലി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ, താങ്കളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ മാനന്തവാടിയിൽ ആന ഇറങ്ങിയിരിക്കുന്നു. താങ്കളുടെയൊക്കെ പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിലും ആനയും കടുവയും പുലിയും കരടിയും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. കർഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രദേശത്തിൻ്റെ പൊതുവായ ചിത്രം എന്താണ് ഇപ്പോൾ? വയനാട് ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്ത് 3 മുനിസിപ്പാലിറ്റിയുമാണ്. ഈ 23 ഗ്രാമപഞ്ചായത്തിൽ 3 മുനിസിപ്പാലിറ്റിയിലും 1-2 പഞ്ചായത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വന്യമൃഗശല്യം അതീവ രൂക്ഷമായിട്ടാണ് സമീപകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ കടുവയും ആനയും കാട്ടുപോത്തും പുലിയും
അതുപോലെ തന്നെ പന്നി, മാനടക്കമുള്ള എല്ലാ മൃഗങ്ങളും കാട്ടിൽ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇവര് ജനവാസ മേഖലകളിൽ പൂർണ്ണമായി ഇറങ്ങി വലിയ രൂപത്തിലുള്ള കൃഷി നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് സമീപകാലത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അത് പരിഹരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്കറിയാം, കാട്ടിലെ ആവാസ വ്യവസ്ഥ തന്നെ കാട്ടിലെ മൃഗങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാട്ടിൽ പൊതുവെ ഉണ്ടാകുന്നത്. കാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് യൂക്കാലി, അക്കേഷ്യ മരങ്ങൾ, അതുപോലെ തന്നെ മഞ്ഞക്കൊത്ത പോലുള്ള മരങ്ങൾ കാട്ടിലെ ആവാസ വ്യവസ്ഥക്ക് തകിടം മറിക്കുകയും അവിടെ മൃഗങ്ങൾക്ക് പൂർണ്ണമായി നിൽക്കാൻ പറ്റാത്ത വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് കാടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ മൃഗങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാട്ടിലേക്ക് നിൽക്കാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗമാകട്ടെ നാട്ടിലെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന് പറയുന്ന രീതിയിലേക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരേപോലെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയി നേരത്തെ പറഞ്ഞതുപോലെ 1972 വനംവകുപ്പ് ആക്ടിന്റെ നിയമത്തിൽ പ്രധാനമായും കാതലായ മാറ്റം വന്നുകൊണ്ട് രൂക്ഷത കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് വളരെ അടിയന്തരമായി നമുക്ക്. ബാലകൃഷ്ണൻ, താങ്കളുടെ പഞ്ചായത്തിലെ കർഷകരുടെ ഒരു അവസ്ഥ ഇപ്പോഴും എന്താണ്? പലപ്പോഴും ഒരു കൃഷിനാശമൊക്കെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് വർദ്ധിക്കുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും പൊതുവിൽ കർഷകർ ഇപ്പോൾ കൃഷിയിലേക്കൊക്കെ അല്ലെങ്കിൽ കൃഷി മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? വലിയ പ്രയാസമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിട്ടുള്ളത്. കൃഷിക്കാരെ സംബന്ധിച്ച് എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയോടുകൂടിയാണ് കൃഷിക്കാർ ഇപ്പൊ കഴിയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ ആകെ 152 ആക്രമണങ്ങളാണ് വന്യമൃഗങ്ങൾ കൊല്ലുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 86 ആളുകൾ മരണപ്പെട്ടത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലാണ് എന്ന് പ്രത്യേകമായി നാം ഓർക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ മെനിഞ്ഞാന്ന് മരിച്ച ലക്ഷ്മൺ അടക്കം ഏതാണ്ട് 86 ആളുകളെയാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ മാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണം കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അത് കൃഷിക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കഴിയുന്നില്ല, കൃഷിക്കാർക്ക് പറമ്പിലിറങ്ങാൻ കഴിയുന്നില്ല. വിളകൾ തന്നെ കൃത്യമായി അത് നമ്മുടെ നാട്ടിൽ ഇത് വിളവെടുപ്പ് നടത്താനോ മറ്റു കൃഷികൾ, തെങ്ങ്, കവുങ്ങടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചു വരുന്നത് വലിയ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കൽപ്പറ്റയുടെ മുൻ MLA ശ്രീ CK ശശീന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ CK ശശീന്ദ്രൻ, LDF കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമര പരിപാടികളൊക്കെ വയനാട്ടിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പല പഞ്ചായത്തുകളിലും, വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നം ഗുരുതരമായ പ്രശ്നങ്ങളാണ്. കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. സ്വന്തം സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഭരണകക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? വയനാട്ടിലെ ജനജീവിതമാകെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതിരൂക്ഷമാണ് വന്യമൃഗശല്യമെന്ന് എല്ലാവർക്കും അറിയാം. രാവും പകലും വ്യത്യാസമില്ലാതെ വന്യജീവി ആക്രമണത്തിന് മനുഷ്യരും അവരുടെ കൃഷിയും ഒക്കെ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള കടമ. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്, സംസ്ഥാന സർക്കാരിനുമുണ്ട്. രണ്ട് ഗവൺമെന്റുകളും അതിശക്തമായിട്ട് ഇതിൽ ഇടപെടണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ LDF നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ വയനാട്ടിൽ തോമസ് എന്ന് പറയുന്ന കർഷകൻ കടുവ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ സർവകക്ഷി യോഗം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ കലക്ട്രേറ്റിൽ ചേരുകയുണ്ടായി. ആ സർവകക്ഷി യോഗ തീരുമാനപ്രകാരം സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 1670 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അത് കേരളത്തെയും കൂടി ബാധിക്കുന്നതാണ്, ജില്ലയെ മാത്രമല്ല. കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. 620 കോടി രൂപയുടെ പദ്ധതിയായിരുന്നത്. കേന്ദ്ര വനം മന്ത്രിയെ നേരിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി നമ്മുടെ വനമന്ത്രി ശ്രീ AK ശശീന്ദ്രൻ തന്നെ നേരിൽ കണ്ട് സംഭാഷണം നടത്തി ഈ പദ്ധതി സമർപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പദ്ധതിയൊക്കെ കൊള്ളാം, പണം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. കാടും നാടും തമ്മിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കും. കാടും നാടും തമ്മിൽ വേർതിരിക്കാൻ ഏറ്റവും ശാസ്ത്രീയമായ മാർഗങ്ങളിൽ അന്വേഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം.
അത് കണ്ടെത്താൻ വേണ്ടി ഇടപെട്ടുകൊള്ളട്ടെ. നമുക്ക് ഈ ഒരു കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് നമുക്ക് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവില്ലേ? കാരണം കർഷകർ, ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരാണ് വയനാട് ജില്ലയ്ക്കകത്തുള്ളത്. അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കില്ലേ? അതുമാത്രമല്ല, ഇപ്പം വയനാടിൻ്റെ കാര്യം പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ കാടുകളിൽ നിന്ന് മാത്രമല്ല, കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും കാടുകളിൽ നിന്നുള്ള വന്യമൃഗങ്ങൾ വയനാട്ടിലേക്ക് വരുന്നൊരു സാഹചര്യവുമുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ഗുരുതരമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനും കൂടി വലിയ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗം സംസാരിക്കുമ്പോഴാണ് പിന്നെ ഈ ഒരു കേരളത്തിലെ ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യത്തിൽ സംശയം ഞങ്ങൾക്കാർക്കും ഇല്ല. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പം പുലിയെ അല്ലെങ്കിൽ ആ കടുവയെ കൂട്ടിലിടണമെങ്കിൽ, കൂട് വെക്കണമെങ്കിൽ പോലും അനാവശ്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന വന ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നിയമങ്ങളുടെ കുരുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തോട് സൂചിപ്പിച്ചതുപോലെ 1972 വനം നിയമം, അതിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിയണം. ഇപ്പൊ കടുവ വന്നു, കൂട്ടിലിടാൻ CCFന്റെ വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദം വേണം. അതിന് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. കേവലം ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന അനുവാദം അല്ലാതെ അവിടെ ജനപ്രതിനിധികളുടെ യോഗം ചേരണം, സ്ഥിതിവിവരങ്ങൾ അറിയിക്കണം, എന്നിട്ട് അങ്ങോട്ട് അറിയിച്ച് തിരിച്ചിങ്ങോട്ട് മറുപടി വരണം. ഇത് DFOമാർക്ക് കൈമാറണമെന്നാണ് ഇന്നലെ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അനുവാദം മേടിക്കണം. മറ്റൊന്ന്, വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം പെരുകിയിരിക്കുകയാണ്. ആ പെരുകിയിരിക്കുന്ന വന്യമൃഗങ്ങളെ എങ്ങനെയാണ് പിന്നെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിൽ വരുമ്പോഴാണ് വന്യമൃഗങ്ങൾ പുറത്തേക്കൊക്കെ വരുന്നത്. അപ്പൊ അവരെ എങ്ങനെയാണ് മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുക? അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ ലോകാനുഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിനെ വെടിവെച്ച് കൊല്ലുക, നരഭോജികളെ പോലെയുള്ള ആളുകളെ, കടുവകളെയൊക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. ഇത് ലോകം ചെയ്യുന്നതാണ്, നമ്മൾ മാത്രമല്ല, നമ്മുടെ നിയമത്തിലും അതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കാൻ എളുപ്പത്തിൽ കഴിയുക? ഇതാണ് ചെയ്യാൻ വേണ്ടി കഴിയുക. മറ്റൊന്ന്, നഷ്ടപരിഹാര തുക വലിയ വിഷയമാണ്. 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരാണ് 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വലിയ വിഷയമായിട്ട് വരുന്നത് ആളുകൾക്ക് തുക കൊണ്ട് മാത്രം അനാഥമായ ഒരു കുടുംബം പിന്നെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കുറഞ്ഞത് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നത് 50 ലക്ഷം രൂപ ഇതിന് കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് കേന്ദ്രത്തിന്റെ വിഹിതവും കൂടി വേണം. ശരിയാണ് ശ്രീ കെ ശശീന്ദ്രൻ, എനിക്ക് ആ വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ഇമ്മാനുവൽ ഉണ്ട്. അദ്ദേഹം ബത്തേരി പുൽപ്പള്ളി ഭാഗത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. നമുക്കിപ്പോൾ കൽപ്പറ്റയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, മാനന്തവാടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ശ്രീ ഇമ്മാനുവൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ബത്തേരി പുൽപ്പള്ളി ഭാഗത്തൊക്കെ ഇപ്പോൾ പലരും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കൃഷി സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നു. കൃഷി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആനയാണോ പുലിയാണോ കടുവയാണോ എന്നുള്ള ആശങ്കയാണ് പലപ്പോഴും പല കർഷകർക്കും ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്, ശരിയാണോ അത്? ശരിയാണ്, തീർച്ചയായും ശരിയാണ്. കർണാടക തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്. ആ വയനാടിന്റെ സംഗമഭൂമിയായിട്ടുള്ള, ഈ 2 ജില്ലകളുടെയും സംഗമഭൂമിയായിട്ടുള്ള പുൽപ്പള്ളി മേഖല എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി, ബത്തേരി ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം നേരിടുന്നത്. ഇപ്പൊ എന്റെ വീട് പുൽപ്പള്ളി ടൗണിലേക്ക് 100 മീറ്ററേ ഉള്ളൂ. ഇന്നലെ ഇന്നുമായി ഒരു കടുവ ഈ നാട്ടിലാകെ ഭീതി വിതച്ചുകൊണ്ട് ജനജീവിതം ആകെ താറുമാറാക്കിയിരിക്കുകയാണ്. പശുവിനെ കറക്കാൻ പോലും പോകാൻ പറ്റാത്ത ക്ഷീരമേഖലയാണല്ലോ ഈ മേഖല. കൃഷി നശിച്ചു. ഇപ്പൊ കാപ്പി പറിക്കാൻ പോകാൻ പണിക്കാരെ കിട്ടാതായി. പേടികൊണ്ട് ആരും കാപ്പി പറിക്കാൻ പോകുന്നില്ല. അങ്ങനെ കൃഷിനാശം നേരിടുന്നു, കൃഷിഭൂമികൾ തരിച്ചിടുന്നു. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ബന്ദിപ്പൂര്, നാഗർകോള, വയനാട് വനമേഖലകൾ ഒന്നാക്കി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടാൻ വേണ്ടിയിട്ടുള്ള ചില ശക്തികളുടെ ശ്രമം ഈ മൃഗങ്ങളെ ഇതേപോലെ കയറൂരി വിടുന്നതിന് പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമാണല്ലോ വനം. ശ്രീ ഇമ്മാനുവൽ, ഈ അടുത്ത് ചിലർ പറയുന്നത് കേട്ടു, വയനാട്ടിൽ നിന്നും സ്ഥലം വിറ്റ് പോകാനെങ്കിലും നോക്കിയിട്ട് പോലും സ്ഥലം വിൽക്കാൻ പോലും ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥ. ആളുകൾക്ക് സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമില്ല, വീടുകൾ കാലിയായി കിടക്കുന്നു, അവിടെ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു. അത്രയും പ്രശ്നങ്ങളും വയനാട്ടിൻ്റെ ഈ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോ മാനന്തവാടിയിൽ 200 കിലോമീറ്റർ സഞ്ചരിച്ച് കർണാടകത്തിൽ നിന്നുള്ള ഒരു ആന മാനന്തവാടിയിലെത്തി. കഴിഞ്ഞ ദിവസം തിരുനെല്ലിക്ക് അടുത്ത് കരടി എത്തി. ഇന്നിപ്പോ പുൽപ്പള്ളിയിൽ കടുവ വന്നിരിക്കുന്നു. ഇന്ന് 2 ആഴ്ച മുമ്പ് ഏതാണ്ട് 6ഓളം ആനകൾ പനമരം ടൗണിൽ ഭീതി വിതച്ചു. ഇങ്ങനെ ഓരോ ബത്തേരി ടൗണിലൂടെ ആന നടന്നു നീങ്ങുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുമ്പോൾ അതിനെ യഥാവധി തടയുന്നതിനോ അതിനുള്ള ഒരു ജനങ്ങൾക്ക് ഭീതി അകന്ന് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനോ കഴിയുന്നില്ല. ഇപ്പൊ ഞാൻ പുൽപ്പള്ളി ടൗണില് അടുത്ത് നിൽക്കുമ്പോൾ 6:45 ആയപ്പോഴേക്കും കടകൾ ഏതാണ്ട് മിക്കവാറും അടച്ചു കഴിഞ്ഞു.
ആരും തന്നെ ടൗണിലില്ല. കടുവയെ പേടിച്ചിട്ട് ആർക്കും ഇന്ന് സന്ധ്യാസമയം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് വ്യാപാര മേഖലയും തകർന്നിരിക്കുന്നു. കാർഷിക മേഖല തകർന്നു, വ്യാപാര മേഖല നടന്നു, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ 144 പ്രഖ്യാപിച്ചാണ് ഇന്ന് മാനന്തവാടിയിൽ അവിടെ കാര്യങ്ങൾ നിയമവിധേയമാക്കിയിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം, ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പഴി പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്നവര് കേന്ദ്രത്തെയും കേന്ദ്രം ഭരിക്കുന്നവര് കേരളത്തെയും പഴി പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതിന് പകരമായി ഇവിടെ നിന്നുള്ള എല്ലാ എംപിമാരും, ലോക്സഭയിലും രാജ്യസഭയിലുള്ള എംപിമാർ കൂട്ടായി ഈ പ്രശ്നത്തിന് ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊരു ശ്മശാന ഭൂമിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി ഇമ്മാനുവൽ, കൃത്യമായൊരു നിർദ്ദേശം തന്നെയാണ് താങ്കൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ശ്രീ OR കേളു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ OR കേളു, താങ്കൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ബത്തേരി ഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ, കൽപ്പറ്റയുടെ പ്രശ്നങ്ങൾ, മാനന്തവാടി ഭാഗത്തിൻ്റെ എല്ലായിടത്തും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഒരു ശ്മശാന ഭൂമി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ ആളുകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരും അവിടുന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ അധികം വൈകാതെ ഉണ്ടാകുമെന്നൊക്കെയുള്ള ആശങ്ക പലപ്പോഴും പലരും പങ്കുവെക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചെറുതാണെങ്കിൽ കൂടി ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇത്തരമൊരു പ്രശ്നത്തെ ചെറുതായി കാണാൻ നമുക്ക് സാധിക്കുമോ ശ്രീ OR കേളു? അല്ല, ഇപ്പോ ഈ കുറെ കാര്യങ്ങൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഈ വന്യമൃഗം മൂലം ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ഇപ്പോ കേന്ദ്ര നിയമം അനുസരിച്ച് ഒരാൾക്ക് 5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. പക്ഷേ പ്ലസ് സംസ്ഥാന ഗവൺമെന്റ് 5 ലക്ഷം കൂടി ചേർത്ത് 10 ലക്ഷം ആക്കിയിട്ട് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൃഷിനാശം വന്നു കഴിഞ്ഞാല് അതും കാലാവസ്ഥയ്ക്കുള്ള സാമ്പത്തിക സഹായം ഇപ്പൊ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. പക്ഷേ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പോ സ്വതന്ത്രം ലഭിച്ച് 76 വർഷം നമ്മൾ പിന്നിടുന്നു. ഭരണഘടനാപരമായി നമ്മൾ ആ നിയമത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഈ വർഷത്തിനിടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൊക്കെ കാലാനുസൃതമായിട്ടുള്ള അമെന്റ്മെന്റ് ഒക്കെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇപ്പോ എന്തെല്ലാം നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടില്ലേ? അതേപോലെ തന്നെ വന്യമൃഗങ്ങളും അധികം വർദ്ധിക്കുമ്പോൾ അതിന് കുറയ്ക്കാനുള്ള ഭേദഗതികളും കാലാനുസൃതമായി കൊണ്ടുവരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരി, നമുക്ക് സമയത്തിന്റെ പരിമിതികൾ താങ്കളിലേക്ക് തിരിച്ചു വരാം, ശ്രമിക്കാം. ശ്രീ PV ബാലകൃഷ്ണൻ, ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്തിനൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സോളാർ വേലി അടക്കമുള്ള ട്രെഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും താങ്കൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിൻ്റെ സ്ഥലങ്ങളുണ്ടാകാം. പക്ഷേ ഇതെല്ലാം ഒരു ശാശ്വത പരിഹാരമാണോ? ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വന്യമൃഗങ്ങൾ താങ്കളുടെ പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളോട് വരികയാണ്. ഈ നേരത്തെ നമ്മളെ ഇമ്മാനുവൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഇതിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം, നമ്മളെ ബഹുമാനപ്പെട്ട MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2 കോടി രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുഭൂരിപക്ഷം കിലോമീറ്ററും ഹാങ്ങിങ് ഫെൻസിങ് നടത്താനുള്ള സംവിധാനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ മേഖലയിൽ ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല. കാടും നാടും വേർതിരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടത്. അക്കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനമായിട്ടൊന്ന് പറയാം, കാട് എന്ന് പറയുന്നത് പഴയ കാടല്ല നമ്മുടെ നാട്ടിലുള്ളത്. തേക്ക്, യൂക്കാലി പോലുള്ള ഈ സ്വാഭാവിക വനങ്ങൾ നശിപ്പിച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ തേക്ക്, യൂക്കാലി, മഞ്ഞക്കൊന്ന പോലുള്ള വൃക്ഷങ്ങളുടെ കടന്നുകയറ്റം അവിടെ ഈ പറയുന്ന വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ കുടിവെള്ളമില്ല. നമുക്കറിയാം, നമുക്ക് വയനാട്ടുകാരും ഈ മൃഗങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള രൂപത്തിലല്ല നമ്മൾ കാണേണ്ടത്. മൃഗങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ജനങ്ങളെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങൾ വളരെ പ്രധാനമായും ചെയ്യുക എന്ന് തന്നെയാണ് പ്രധാനമായും സ്വീകരിക്കുന്നത്. ശരിയാണ് ബാലകൃഷ്ണൻ. ഒരു ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, കടുത്ത വേനലിലേക്കാണ് നമ്മളൊക്കെ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ വേനൽ വർദ്ധിക്കും തോറും വന്യമൃഗങ്ങളുടെ ശല്യം കൂടാനല്ലേ സാധ്യതയുള്ളൂ. കാരണം അവർക്ക് ആവശ്യമായ ആഹാരങ്ങൾ കാട്ടിൽ ലഭിക്കാതെ വരുമ്പോൾ നാട്ടിലോട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഈ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുക മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ? വന്യമൃഗശല്യം വർദ്ധിക്കുക തന്നെയാണ് നമ്മൾ മുമ്പിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. നമുക്കറിയാം, കാട്ടിലെ സ്വാഭാവിക അവസ്ഥ മാറിപ്പോയി എന്ന് നേരത്തെ സൂചിപ്പിച്ചു. കാട്ടിൽ ആവശ്യമായ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളമില്ല, ആവശ്യമായ തീറ്റയില്ല. വയനാട്ടിലെ മുളങ്കാടുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമായി പോയി.
സ്വാഭാവികമായിട്ടും മുളയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവായിട്ട് ഇത് കണ്ടെത്തിയിരുന്നത്. മുള നശിച്ചതോടുകൂടി കാട്ടിൽ ആവശ്യമായ തീറ്റ ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ നല്ല പച്ചപ്പ് കാണുന്ന സമയത്ത് ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതേപോലെ തന്നെ പിന്നെ ആ കൂട്ടത്തിൽ തന്നെ പറയുന്ന സമയത്ത് നമ്മളെ കടുവയെ സംബന്ധിച്ച് നമുക്കറിയാം, വന്യമൃഗങ്ങൾ എടുത്ത കടുവ എത്രയുണ്ട് എന്നുള്ളത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ വനവകുപ്പിന്റെ കണക്ക് പ്രകാരം പൂർണ്ണമായും ഇവർ പറയുന്ന നമ്പർ അല്ല കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ പെരുകി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വർഷം കൊണ്ട് ശരിയാണ്. വലിയ കടുവകളായി. ബാലകൃഷ്ണൻ, എനിക്കൊരു അവസാനമായി ശ്രീ സി കെ ശശീന്ദ്രനിലേക്കാണ് വരാനുണ്ട്. ശ്രീ കെ ശശീന്ദ്രൻ, സമയത്തിന് പരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പം LDF എന്നുള്ള രീതിയിൽ നിങ്ങൾ സമര പ്രഖ്യാപനങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി, പക്ഷേ പരിഹാരം നമുക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം സാധ്യമാകും? പരിഹാരം വിചാരിച്ചത്ര എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം വളരെ സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നങ്ങളുടെ കുരുക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ പരിഹാരത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളവും തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. 3 ജില്ലകൾ സംസ്ഥാനങ്ങളുമായിട്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ 3-ാം തീയതി കേന്ദ്ര വനം മന്ത്രിയെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെന്ന് സംസാരിച്ചു. അദ്ദേഹം ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് ആദ്യമോ വയനാട്ടിൽ വരും തീർച്ചയായും. ഈ 3 സംസ്ഥാനങ്ങളും തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. നിർഭാഗ്യവശാൽ വന്നില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റും കൂടെ വിചാരിച്ചാലേ കേരളം ഒഴിഞ്ഞു മാറുന്നു പോകുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെതാണ്. ആ സ്റ്റേറ്റിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് സമയ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയുണ്ട്. ഒറ്റ കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിക്കേണ്ടതുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വയനാട് ജില്ലയിലെ കർഷകരടക്കുന്ന അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവിതം ദുരിതത്തിലേക്ക് നീങ്ങും എന്നുള്ളത് വസ്തുതയാണെന്ന് മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ടുഡേസ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു.